ചേട്ടാ ചേട്ടാ തന്നെ ആ സഞ്ചി ഒന്ന് എടുത്തേട്ടാ. ആ അതന്നെ. ആ ആ പിടിച്ചോട്ടാ. ശരി ചേട്ടാ. എന്റെ സഞ്ചി കാണാനില്ലല്ലോ. സഞ്ചി എവിടെ ഇരിപ്പുണ്ടായില്ലോ? അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയിട്ട് സഞ്ചി കാണാനില്ല. എന്റെ അല്ല സാറേ, ഞാൻ ഇറച്ചി വെച്ചപ്പോ സഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സഞ്ചി അതെ, ഇദ്ദേഹം എടുത്തിട്ട് രണ്ടുപേർക്ക് കൊടുത്തേ. ഒന്ന് പോടോ, അത് അവരെ സഞ്ചിയാ. എന്റെ പൊന്നു സാറേ, അത് എന്റെ സഞ്ചിയാ. അവരെ സഞ്ചിയാണ്. ഇദ്ദേഹം രണ്ടുപേര് വന്നപ്പോ ഇവിടുന്ന് എടുത്തിട്ട് ആൾക്ക് കൊടുത്തു. താൻ എവിടെ വിശ്രമോ? ഞാൻ ഈ 2 കിലോ ബീഫ് മേടിച്ചു വെച്ചാ വീട്ടിൽ വിരുന്നുകാരും വന്നിട്ടുണ്ട്. താങ്കളെല്ലാം അത് എടുത്തു കൊടുത്തത്. അതെ, ഞാനും കണ്ടതാ. നിങ്ങളൊന്നും മിണ്ടാതെ. ഞാൻ കണ്ട ഇയാളും ആ 2 പിള്ളേരും തമ്മിൽ എന്താ കണക്ഷൻ ഉണ്ട്? സിബിഷ, ആ CCTV ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ ജിബുവേ? ആശാന് വില്ലേജ് ഓഫീസിന്റെ അരി കട്ട പോകുകയാണ്. നന്നായി ആശാന്. അതൊക്കെ അവിടെ നിക്കട്ടെ. സാധനം ചെതറി. കൈ കാണിക്ക്, കൈ കാണിക്ക്, നോക്കിക്കോ. കൈ കാണിക്ക്. ഏത് കൈയാടോ കാണിക്കണേ? ആ കൈ കാണിക്ക്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? കാട്ടിലെ വെടിയിറച്ചി എന്ന് പറയുന്ന പോലെ തന്നെയാണ് നാട്ടിലെ കട്ടയിറച്ചി. ഇനി ഇതിന്റെ കൂട്ടത്തില് ചെറുനാരങ്ങയും കൂടി ഇറക്കിയിട്ട് ഞാൻ അങ്ങ് പിടിക്കും. അതെ ആശാനെ, ഒരാഴ്ചയില് സാധനകത്ത് കിടപ്പുണ്ട്, ബാക്കി ഫ്രിഡ്ജിലുണ്ട്. ആള് മിടുക്കനാ. നീ മട്ടനൊക്കെ പിടിക്കടാ. ആ നോക്കാം. നമ്മുടെ പോലീസുകാർ അത്ര മണ്ടന്മാരൊന്നല്ല കേട്ടാ. നോക്കോണേ. റെഡിയായ എന്നാ കഴിച്ചാലോ? എന്നാ പാടാ. സാറൊക്കെ എങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ ആയത്? അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയായിരിക്കും സാറേ. താൻ കൂടുതൽ വാചാടിക്കണ്ട, താനവിടെ നിന്നാ മതി. സാറേ, എനിക്ക് സംശയമുണ്ട്. ഇദ്ദേഹത്തിന് കള്ളന്മാരുടെ എന്തോ ബന്ധമുണ്ട്. ഞാൻ അവരാദ്യമായിട്ടാണ് കാണുന്നത്. അല്ല സാറേ, എനിക്കും ആ CCTV ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സംശയം ഇല്ല. സർക്കാരിന് ശമ്പളമായ ആൾക്കാരല്ലേ സാറേ? എനിക്കൊരു 2500 മേടിച്ചിരുന്നെങ്കിൽ ഞാൻ പൊക്കോളാം. എൻ്റെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കേസ് പിൻവലിച്ചോളാം. 2 കിലോ ബീഫ് പോയതിന് 2500 രൂപ. താനിത് എന്തോടെ പറയുന്നത്? ഞാനേ വന്നേ. താനൊരു കാര്യം ചെയ്യും. പുള്ളി ഒരു വില്ലേജ് ഓഫീസർ, അതെനിക്കറിയാലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 1000 രൂപയിൽ സെറ്റിൽ ചെയ്ത് തരാം. പറഞ്ഞു. ആ ശരി സാർ. ശരിയല്ലേ? എന്നാൽ താനൊരു കാര്യം ചെയ്യും, താനോട് മാറിയില്ല. സാറേ സാറൊരു ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാറ്റക്കേസ്. സാറ് ഒരു കാര്യം ചെയ്യും, ഞാനൊരു 1500 രൂപയിൽ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ സെറ്റിൽ ചെയ്യും. ഒരു 1500 രൂപ എടുത്ത് സാറേ. സാർ ഒരു കാര്യം ചെയ്യും, സാറ് പോയിക്കോ, ഞാനിത് സെറ്റിൽ ചെയ്തോളാം. പൈസയും പോയി ദിവസം. ശരി. ഞാനും വന്നേ. അതെ, ഇതൊരു 1000 രൂപയുണ്ട്. സാറിനോട് പറഞ്ഞിട്ട് ഒരു 1000 രൂപയാണ് വാങ്ങി തന്നിരിക്കുന്നത് കേട്ടോ. എന്നത് പിടിച്ച് ഇനി താനിവിടെ നിന്നിട്ട് ചാള മത്തി ഇതൊന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കറങ്ങണ്ട. ഞാൻ ചെല്ലി കേട്ടാ. ഓ സമാധാനായി. ഇങ്ങനത്തെ 1-2 മണ്ടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അയ്യോ, കരിഞ്ഞ മണാണല്ലോ. ഓ, ഇനി ആ തള്ളേന്റെ വായിലുള്ളതും കൂടെ കേൾക്കണം. അങ്ങേരാണെങ്കിൽ കാശ്മീരിൽ പോയിട്ടുള്ളത്, നാളെ വരുള്ളൂ. ആശാനെ കൊല. ആശാനെ അതല്ല, വാഴക്കൊല. എന്താ കൊറേ പോത്തോളം നടക്കുന്നുണ്ടോ? പേടിച്ചു പോയോ? പോയോ ആശാനെ? ആ കൊല കണ്ടിട്ടില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ കൺട്രോളും പോകുന്നു ആശാനെ. കൊല വിട്ട് പിടിക്കടാ. മറ്റേ ആ റിട്ടയർഡ് കേണലിന്റെ അയാളെ വല്ല പഴയ തോക്കൊണ്ട് എടുത്ത് പൊട്ടിക്കുകയാണ് ചുമ്മാതെ. കേണല് പോയിന്നേ. പോയേ അവിടെ ടൂറ് പോയേക്കാ. അങ്ങനെ നിനക്കറിയാം? ഞങ്ങൾ അറിഞ്ഞ്. അങ്ങനെ ഞങ്ങള് പോയിരുന്നു. എന്തിന്? അതിക്കടെ പോയപ്പോ ചായ പിടിക്കാൻ പോയപ്പോ കേട്ടതാ കേണല് ടൂറ് പോയേക്കാന്ന്. നമുക്ക് ആ കൊല ഇന്ന് പൊക്കണം ആശാനെ. കൊറേ നാളാടാ വാഴയിലൊക്കെ കേറി ഒരു കൊല വെട്ടിട്ട്. നമ്മൾ ഇന്ന് വെട്ടണം ആശാനെ. ആശാൻ എന്നാ ഇന്ന് രാത്രി ഒരു 8-18 ഓപ്പറേഷൻ ബനാന. ഓക്കെ ഓക്കേടാ. ഓക്കെ. ജയ് കൊല.
കൊല കൊല കൊല. നല്ല ബെസ്റ്റ് കാതലുള്ള വാഴ കേട്ടോ. രണ്ട് ജനലടിക്കാം. സമയം കളയാനല്ലേ ആശാനെ, ഇപ്പൊ കറണ്ട് പോകും. 8:30 ആയി കഴിഞ്ഞ പണിയാ. കേറ് ആശാന. കുഴപ്പമുണ്ടാവാ. അമ്മേ ഒരു ബ്ലാക്ക് ടീ. ഒരു മിനിറ്റേ തരാം. ആയാ തരാ. ബ്ലാക്ക് ടീ അല്ലേ, അവളുണ്ടാക്കി വരുമ്പോ ആയിക്കോളും. 2 മിനിറ്റ് ആയേ. ഇതാ നിങ്ങളെ ഒരു ബ്ലാക്ക് ടീ. ഒരു പഞ്ചുവാലിറ്റി ഇല്ലാട്ടോ നിനക്ക്, ഫുൾ ടൈം ഫോണിലാ. ഓ, നാളെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് കയറി വന്ന നിങ്ങൾക്കാന്ന് പങ്ക്ച്വാലിറ്റി. എടി കാശ്മീർ മൊത്തം മഞ്ഞ് വീഴ്ച. ഈ മഞ്ഞ് വീഴ്ചയും പങ്ക്ച്വാലിറ്റി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ? ഒരു പങ്ക്ച്വാലിറ്റി ബന്ധുവല്ലേ? എടി ഞാൻ വെട്ടാത്തി എടുത്തേ, ആ പറമ്പിൽ വെച്ച് പുല്ല അന്ന് വെട്ടിക്കളയട്ടെ. എത്ര പടലുണ്ട് ആശാനെ? ഒന്നെനിക്ക് കിട്ടി. അരെ ചുപ്, നിന്നൊക്കെ ആരടാ കള്ളനാക്കിയ? വാഴ മോളിൽ കയറിയാണോടെ കൊല വെട്ടണേ? അതായത് പൊക്കടാ പൊക്കടാ. അയ്യോ എടാ, പഴം മുടങ്ങാതെ പൊങ്ങടാ. അയ്യോ എന്നോടൊക്കെ പറയാറിയ അവനല്ലടാ. വാഴ പൊക്കടാ. വാഴ മാറ്റി ആശാനെ വാ. എന്നെന്തിനാ സാറേ തല്ലിയേ? അത് ഇയാള് കാണുമ്പോണ്ടല്ല, എന്റെ പഴയ ബോസിന്റെ മോച്ചായുണ്ട്, അതുകൊണ്ടാണ് അടിക്കാത്തത്. നന്ദിയുണ്ട് സാറേ. കുഴപ്പമില്ലാന്ന് പറഞ്ഞേട്ടാ ആശാനെ. കിട്ടിയാ